മസ്ജിദ് നബിയുടെയും മസ്ജിദ് ഖുബയുടെയും ഇടയിലുള്ള 25 കിലോമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന ഒരു ചെറിയൊരു ഭാഗത്തിൻ്റെ മാത്രം എക്സ്പോയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഏകദേശം മദീന എന്നുള്ളത് 589 കിലോമീറ്റർ സ്ക്വയറാണ് അതിൻ്റെ വിസ്തീർണം വരുന്നത്. അതിൽ നിന്ന് വെറും 25 കിലോമീറ്റർ സ്ക്വയർ മാത്രം നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മുടെ സ്കെയിൽ കറക്റ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ സ്കെയിൽ ഈ ചിത്രീകരണത്തിൽ നടത്തിയിട്ടുള്ളത് 20 ഇഞ്ച് = 1 കിലോമീറ്റർ എന്ന രീതിയിലാണ്. അപ്പോൾ മസ്ജിദുൽ ഖുബയിൽ നിന്നും മസ്ജിദ് നബവിയിലേക്കുള്ള ദൂരം 3.5 കിലോമീറ്റർ, അതായത് 70 ഇഞ്ചാണ് നമ്മൾ ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത്രയും സ്കെയിൽ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ മദീനയിലെ പ്രധാനപ്പെട്ട ബദർ, ഉഹദ്, അതുപോലെ തന്നെ ഖന്തക്കിൻ്റെ ഭാഗങ്ങളൊന്നും നമുക്കിതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്ക എന്നുള്ള മദീനയുടെ തെക്കു ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് നബി തങ്ങൾ ഹിജ്റ വരുമ്പോൾ ആദ്യമായിട്ട് സനിയത്തുൽ വദായിൽ വെച്ചിട്ടാണ് മദീനക്കാർ നബിയെ സ്വീകരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സംഭവം പറയുന്നത് ബുസ്താനുൽ മുസ്തദിൽ എന്ന ഈ കാണുന്ന തോട്ടത്തിൽ നിന്നും നബി തങ്ങൾ മദീനക്കാരായ യഹൂദികൾ നബി തങ്ങൾ വരുന്നതെന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരിക്കൽ ഒരു യഹൂദിയാണ് നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഇങ്ങനെ മക്കയുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത് കാണുന്നത്. അങ്ങനെ അവർ എല്ലാവരെയും ക്ഷണിക്കുകയും ഇതാ നിങ്ങൾ കാത്തു നിൽക്കുന്ന പ്രവാചകനും സഹോദരനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും അവർ സനിയത്തുൽ വദായിൽ നിന്ന് നബിയെ ത്വലാ ചൊല്ലി ഇവിടെ കൊണ്ടുവരികയും ഈ ബുസ്താനുൽ മുസ്തദിൽ നിന്ന് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ബിയർ ഇതൊക്കെ എന്ന കിണറ്റിൽ നിന്ന് നബി തങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്. ഇതിപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പോയിട്ട് നമുക്ക് നിസ്കരിക്കാനും ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനും സാധിക്കും. അത് കഴിഞ്ഞിട്ട് നബി തങ്ങൾ നേരെ പോകുന്നത് ഉമ്മു കുൽസും എന്നവരുടെ വീട്ടിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുമായി കണ്ടുമുട്ടുന്നത്. അതിനുശേഷം നബി തങ്ങൾ മസ്ജിദുൽ ഖുബയിലാണ് നബി തങ്ങളുടെ ഒട്ടകം ആദ്യമായിട്ട് മുട്ടുകുത്തുന്നത്. അവിടെയാണ് മദീനത്ത് ആദ്യമായി നിർമ്മിച്ച മസ്ജിദുൽ ഖുബ എന്ന പള്ളിയുള്ളത്. അവിടെ നിന്ന് പിന്നീട് ആ ഒട്ടകം നേരെ സഞ്ചരിക്കുന്നത് ഇന്ന് ആ മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥാനത്താണ്. അതായത് മസ്ജിദ് നബവി AD 629 മോഡലാണ്. അതായത് ഹിജ്റ 7-ാം വർഷത്തിലെ മോഡലാണ് നമ്മളവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ മിമ്പർ നിൽക്കുന്ന ഭാഗത്തായിരുന്നു അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് പിന്നീട് ഒട്ടകം മുട്ടുകുത്തുന്നത്. അതും അതിൻ്റെ അടുത്തുള്ള ബനു നജ്ജാർ ഗോത്രത്തിലെ 2 യത്തീം കുട്ടികളായ സഹൽ, സുഹൈൽ എന്നിവരുടെയും സ്ഥലം വാങ്ങിയിട്ടാണ് ആ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ പള്ളി 13ഓളം തവണ മാറിയിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ചിത്രീകരണം നമ്മളവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മസ്ജിദ് നബവിയിൽ നിന്ന് 550 മീറ്റർ അപ്പുറത്തായിട്ട് മസ്ജിദുൽ ഇജാബയുണ്ട്. അതായത് കിഴക്കുവശത്തായിട്ട് മസ്ജിദുൽ ഇജാബ പള്ളിയുണ്ട്. അവിടെ നിന്ന് നബി തങ്ങൾ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്ത പള്ളിയാണ്. അതുപോലെ തന്നെ ഈ മസ്ജിദ് ഖുബയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു കിണറുണ്ട്, ബേറു ഹിർസ് എന്ന് പറയുന്ന കിണർ. ആ കിണറിൽ നിന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ മരണപ്പെട്ടാൽ എന്നെ ആ കിണറിൽ നിന്ന് കുളിപ്പിക്കണമെന്നാണ്. അങ്ങനെ നബി തങ്ങൾ തന്നെ കുളിപ്പിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യുകയും ആ വെള്ളം കൊണ്ടാണ് നബി തങ്ങളെ കുളിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ മസ്ജിദ് ഖുബയിൽ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ പേര് ബേറുൽ ഖാത്തമ എന്നാണ്. നബി തങ്ങളുടെ മോതിരം പോയി പ്രശസ്തമായ ഒരു കിണറാണ് ബേറു ഖാത്തമ എന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മസ്ജിദ് ഖുബയിൽ നിന്ന് 800 മീറ്റർ അപ്പുറത്തായിട്ട് മസ്ജിദുൽ ജുമാ എന്നുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് നബി തങ്ങൾ ആദ്യമായിട്ട് ജുമാ നിസ്കരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത്ബാൻ ബിൻ മാലിക് തങ്ങളുടെ വീടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇത് മണ്ണിൻ്റെ ചുവട്ടിലായിരുന്നു. ഈ അടുത്താണ് ഖനനം ചെയ്ത് കണ്ടെത്തിയത്. 2030 ആകുമ്പോഴേക്ക് മദീനയെ ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള സൗദി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് കണ്ടെത്തുന്നത്. ഈ വീടിൻ്റെ ചരിത്രം പറയുന്നത് ഇത്ബാൻ ബിൻ മാലിക് തങ്ങൾ നബി തങ്ങളോട് എനിക്ക് കണ്ണ് കാണുന്നില്ല, പള്ളിയിലേക്ക് വരൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി. നബി തങ്ങളും സ്വഹാബത്തും വന്ന് നിസ്കരിച്ചു കൊടുത്തൊരു വീടാണ് ഇത്ബാൻ മാലിക് തങ്ങളുടെ വീട്. ഇവിടെ കാണുന്നത് മസ്ജിദ് നബവിയിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മലയുണ്ട്, ജബലുസ് സൽഇ എന്ന് പറയും. ആ മലയിൽ നിന്നാണ് നബി തങ്ങൾ ഖന്തക്ക് യുദ്ധത്തിൽ ദുആ ചെയ്യുകയും ദുആക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്ത ഒരു മലയാണ് ജബലുസ് സൽഇ എന്നുള്ളത്. അതുപോലെ തന്നെ മസ്ജിദ് നബവിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് 3.5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ കൊട്ടാരമുണ്ട്. ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ ബീവിയുടെ മകനാണ് ഉർവത്ത് ബിൻ സുബൈർ. അവരൊരിക്കൽ ആയിഷ ബീവിയെ ആ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ആ കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് ആയിഷ ബീവി കരയുകയാണ്. ഇത്രത്തോളം ഭക്ഷണം നബി തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി കരഞ്ഞത് ആ കൊട്ടാരത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആയിഷ കരഞ്ഞ കൊട്ടാരമെന്നും ആ കൊട്ടാരത്തിന് പേരുണ്ട്. അതിൻ്റെ പിറകിലായിട്ട് വാദിൽ അക്കീക്ക് തായ്വര, പ്രശസ്തമായ വാദിൽ അക്കീക്ക് തായ്വര, 30 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന വാദിൽ അക്കീക്ക് തായ്വരയുണ്ട്. വാദിൽ അക്കീക്ക് തായ്വരയെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾ അതിൻ്റെ പച്ചപ്പ് കണ്ടിട്ട് ആയിഷ ബീവിക്ക് വിശദീകരിച്ച് കൊടുക്കുകയും അങ്ങനെ ആയിഷ ബീവി പറഞ്ഞു നമുക്ക് അങ്ങോട്ട് വീട് മാറി താമസിക്കാമെന്ന് വരെ പറഞ്ഞ ഒരു തായ്വരയാണ് വാദിൽ അക്കീക്ക് തായ്വര. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ഗോത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ ഗോത്രങ്ങൾ മദീനയിലെ പ്രശസ്തമായ ജൂതഗോത്രങ്ങളും മുസ്ലിം ഗോത്രങ്ങളുമാണ്. ഔസ്, ഖസ്റജ് ഗോത്രങ്ങളെ നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബനു ഖുറൈദ, ബനു കൈനുക, ബനു നദീർ എന്നുള്ള യഹൂദി ഗോത്രങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മദീനത്തെ പഴയ കാലത്തെ വീടുകളൊക്കെ ഒരേ ആർക്കിടെക്ചർ മോഡലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വീടിൻ്റെ ഒരു ആവിഷ്കാരമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അന്നത്തെ വീടുകൾക്കെല്ലാം പ്രവാചകൻ്റെ വീടാണെങ്കിലും മറ്റു സ്വഹാബത്തിൻ്റെ വീടുകളായിരുന്നെങ്കിലും മദീനയിലെ എല്ലാ വീടുകളും ഒരേ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതിന് ഒറ്റ ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ മുറികളിലേക്കും ഉള്ളിൽ നിന്നൊരു ഡോറ് എന്ന രീതിയിലാണ് പുറത്തേക്കൊറ്റ ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ആവിഷ്കാരമാണ് നമ്മളിതിൽ നടത്തിയിട്ടുള്ളത്.